പി.സി. ജോർജ് എന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു ഉപമ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം. ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പി.സി. ജോർജ് ഒരു വ്യക്തിയല്ല എന്നും ഒരാൾക്കൂട്ടമാണ് എന്നും ഞാൻ പ്രതിപാദിച്ചിരുന്നു. അതിൽ നിന്ന് അല്പം വ്യത്യാസമാണ് എന്ന് തോന്നിക്കാമെങ്കിലും വാസ്തവത്തിൽ അതിൻ്റെ തന്നെ തുടർച്ചയായ ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ പി.സി. ജോർജിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഇതിൽ പ്രതിപാദിക്കപ്പെടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ വ്യക്തികൾ, വിശ്വാസികൾ, അതിലും പ്രത്യേകിച്ച് യുവതീവാക്കന്മാർ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ പി.സി. ജോർജ്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുവാനോ താറടിക്കുവാനോ കൊച്ചാക്കുവാനോ ഉദ്ദേശിച്ചല്ല ഇതിന് മുൻപുള്ള ചിന്തകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ചിന്തകളും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിയുടെയും എതിരല്ല, ഞാൻ ഒരു പാർട്ടിയുടെയും പക്ഷം ചേരുന്നയാളല്ല. ഞാൻ നിഷ്പക്ഷമായ ഒരു നിരീക്ഷകനാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെയും സമകാലീന പ്രതിഭാസങ്ങളെയും സത്യത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു അന്വേഷകനാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പി.സി. ജോർജിനെ പറ്റി കൗതുകത്തോടുകൂടെ അല്ലാതെ ചിന്തിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ടോ പി.സി. ജോർജ് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രതിഭാസം, അത് രാഷ്ട്രീയ പ്രതിഭാസം മാത്രമല്ല, അതൊരു സാംസ്കാരികവും മനഃശാസ്ത്രപരവും മതപരവും സാംസ്കാരികവുമായ ഒരു പ്രതിഭാസം കൂടെയാണ്. അത് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ അങ്കുരിച്ചു വരുന്നത് എന്ന് ഈ സമയത്ത് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പി.സി. ജോർജ് നാം അത്ര പെട്ടെന്ന് പുച്ഛിച്ച് തള്ളിക്കളയാവുന്നൊരു വ്യക്തിത്വമല്ല. പിന്നെയോ നമ്മെ ചിന്തിപ്പിക്കുവാൻ ഉതകുന്ന ചില വശങ്ങളുള്ള സങ്കീർണമായ ഒരു വ്യക്തിത്വമാണ്. എന്നാൽ നിഷേധാത്മകതയുടെ ഒരു കൂടാരം കൂടെയാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാനും നിവൃത്തിയില്ല. A man of self-contradictions, a bundle of self-contradictions is ശ്രീ പി.സി. ജോർജ്. അത് മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. വേണമെങ്കിൽ എനിക്ക് ഇപ്രകാരം പറയാം. ഇന്ന് കേരളത്തിൽ വസിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തടവുപുള്ളിയാണ് ശ്രീ പി.സി. ജോർജ്. പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കാൻ പിണറായി വിജയൻ വിഫലമായ ശ്രമങ്ങൾ നടത്തി. അതിനെപ്പറ്റിയല്ല ഞാൻ പരാമർശിക്കുന്നത്. ഞാൻ മറ്റൊരു കാഴ്ചപ്പാടിലാണ് സംസാരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരും, എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തടങ്കലിൻ്റെ അവസ്ഥയുണ്ട്. ഇരുമ്പഴികളില്ലാത്തൊരു തടങ്കൽ. 4 ഭിത്തികൾ ഭിത്തികൾക്കുള്ളിൽ അകപ്പെട്ട് പോലീസുകാരാൽ കാവൽ നിന്ന് കഴിയുന്ന അവസ്ഥയില്ലാത്ത ഒരു തടങ്കൽ, ഒരു തുറന്ന തടങ്കൽ, എല്ലാവരും വസിക്കുന്ന തടങ്കൽ. ഈ ലോകം തന്നെ ഒരു തടങ്കലാണ്, ഒരു ജയിലാണ് എന്ന് വരുത്തി വെക്കുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി എന്നോടൊപ്പം ചേർന്ന് ചിന്തിക്കുവാൻ കൗതുകമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പി.സി. ജോർജ് അടയ്ക്കപ്പെട്ടിരിക്കുന്ന തടങ്കൽ ഏതാണ്?
ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ആ തടങ്കൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ PC ജോർജിനെ പറ്റി നമ്മുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകമായ വികാര വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകില്ല. എന്തുകൊണ്ടാണ് PC ജോർജിനെ നാം വെറുക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു പരിധി വരെ കൗതുകത്തോടും താല്പര്യത്തോടും പരോക്ഷമായ സ്നേഹത്തോടും ഫെർട്ടീവ് അപ്രീസിയേഷൻ എന്ന വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫെർട്ടീവ്, FURTIVE, അതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്. അതിന് സമാനമായ മലയാളം വാക്ക് എൻ്റെ മനസ്സിൽ വരാത്തത് കൊണ്ടാണ് ഞാൻ ആ ഇംഗ്ലീഷ് വാക്ക് ക്ഷമാപണത്തോടുകൂടെ ഇവിടെ ഉപയോഗിക്കുന്നത്. അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇത് പ്രത്യേകിച്ചും രാഷ്ട്രീയമായ മേഖലയിലും മതപരമായ മേഖലയിലും ഒന്നുപോലെ പ്രവർത്തിക്കുന്ന വളരെ ശക്തിയേറിയ ഒരു മർമ്മമാകയാൽ ഇതിനെപ്പറ്റി പ്രാഥമികമായ ഒരു തിരിച്ചറിവുണ്ടാകുന്നത് നമുക്ക് വളരെ പ്രയോജനപ്പെടും. ഇതറിയാതെ രാഷ്ട്രീയവും മതവും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകില്ല. രാഷ്ട്രീയത്തിലും മതത്തിലും ഒന്നുപോലെ പ്രവർത്തിക്കുന്ന ഒരു തത്വമാണ്, അല്ലെങ്കിൽ ഒരു നിർബന്ധമാണ്, എല്ലാവരുടെയും അല്ലെങ്കിൽ കഴിയുന്നത്രയും ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ നേതാവ് വിജയിക്കണമെങ്കിൽ വോട്ട് വേണം, സമ്മതിദായക സപ്പോർട്ട് വേണം. അതിൻ്റെ അർത്ഥം പോപ്പുലാരിറ്റി, ജനപ്രീതി ആർജിക്കണം. ജനപ്രിയ നായകൻ എന്ന് സിനിമയിലും പറയും, രാഷ്ട്രീയത്തിലും പറയും, അതുപോലെ തന്നെ മതത്തിലും പറയും. സിനിമ, രാഷ്ട്രീയം, മതം ഇതെല്ലാം ഒന്നാണ് എന്നത് നിങ്ങൾ അല്പം സൂക്ഷിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനമായി വിലമതിക്കുന്നത് നമ്പർ 1 പ്രയോറിറ്റി ആളുകളുടെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളതാണ്. ഈ പ്രീതിയെ കുറച്ചൊക്കെ അല്പം പരിവേഷമൊന്ന് മാറ്റിയിട്ട് ബഹുമാനം എന്ന് വേണമെങ്കിൽ എന്നും പറയാം. മതത്തിൽ വരുമ്പോൾ ബഹുമാനമാണ്, സിനിമയിലും രാഷ്ട്രീയത്തിലും വരുമ്പോൾ അത് പ്രീതിയാണ്. അതാണ് വോട്ടായിട്ടും ബോക്സ് ഓഫീസിൽ കളക്ഷനായിട്ടും. ഇപ്പോൾ മമ്മൂട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേറൊരാളുണ്ടല്ലോ, പേര് മനസ്സിൽ വരുന്നില്ല, മോഹൻലാൽ ഇങ്ങനെയുള്ളവർ അഭിനയിക്കുന്ന പടത്തിൽ കഥയൊന്നുമില്ലെങ്കിലും ആളുകൾ എരിച്ചു കയറും. അതാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അത് മാത്രം പോരാ, ഇന്നസെൻ്റ് മരിച്ചുപോയാൽ പണ്ട് അടൂർ ഭാസി വേണമായിരുന്നു, പിന്നെ ഇന്നസെൻ്റ് വേണമായിരുന്നു, ജഗതി മമ്മൂട്ടിയും മോഹൻലാലും ജഗതി ശ്രീകുമാറും ഇന്നസെൻറ്റും കൂടെ കലർന്ന, അടൂർ ഭാസിയും കൂടെ കലർന്ന ഒരു പ്രതിഭാസമാണ് രാഷ്ട്രീയത്തിൽ PC ജോർജ്. അപ്പോൾ ഏത് വിധത്തിലും ജനപ്രീതി ആർജിക്കുക. അപ്പോൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും ജനപ്രീതി പ്രാപിപ്പാൻ, എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? എല്ലാവരുടെയും പ്രീതി ആർജിക്കണമെങ്കിൽ വിഭാഗീയ ചിന്തകൾക്കും ഈ സ്വാർത്ഥപരമായ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്ത് സാർവലൗകികമായ മൂല്യങ്ങൾക്കും ആദർശങ്ങളും അനുസരിച്ച് ഒരു നിലപാട് സ്വീകരിപ്പാൻ ആർക്കെങ്കിലും കഴിഞ്ഞെങ്കിൽ മാത്രമേ എല്ലാവരുടെയും പ്രീതി പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ധാർമ്മികമായും ആധ്യാത്മികമായും അധപ്പതിച്ചൊരു സമൂഹത്തിൽ ഈ മൂല്യങ്ങളും ആദർശങ്ങളും പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്കും പ്രീതി പിടിച്ചു പറ്റുവാൻ സാധ്യമല്ല. കാരണം എന്താണ്? അങ്ങനെയുള്ള സമൂഹത്തിൽ ഓരോ വ്യക്തിയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ സ്ഥാപിത താല്പര്യങ്ങളെ എത്രമാത്രം വിപുലീകരിക്കുകയും അങ്ങനെ വിപുലീകരിക്കുന്ന താല്പര്യങ്ങളെ സാധിച്ചെടുക്കുകയും ചെയ്യാമെന്ന താല്പര്യത്തിൽ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ, അതായത് ആധ്യാത്മികവും ധാർമ്മികവും സാംസ്കാരികവും ബൗദ്ധികമായി അധപ്പതിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരാൾ ആദർശമനുസരിച്ച് പ്രവർത്തിച്ചാൽ, സനാതനമായ മൂല്യങ്ങൾ, സാർവലൗകികമായ ആദർശങ്ങളനുസരിച്ച് പ്രവർത്തിച്ചാൽ ആർക്കും അയാളെ വേണ്ടാന്ന് വരും.
കാരണം ഇയാൾ ഞങ്ങൾക്ക് വലിയ ഗുണമൊന്നും ചെയ്തില്ല. അയാൾ ആദർശം പിടിച്ചുകൊണ്ട് വന്നു, എൻ്റെ കാര്യമൊന്നും ചെയ്തു തന്നില്ല. അപ്പോൾ ഏറ്റവും അപ്രീതി സമ്പാദിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആദർശമനുസരിച്ച് നിലപാടെടുക്കുക, മൂല്യങ്ങളെ അള്ളിപ്പിടിച്ച് നിൽക്കുക, എല്ലാവർക്കും നന്മ വരണം, അതനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ഒരു ധാരണയിൽ, എന്നൊരു നിലപാടിൽ ഒരു വ്യക്തിക്ക് പോലും കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. കാരണം ഇവിടെ എല്ലാവരും കൊച്ചു വ്യക്തിപരമായ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ചെറിയ സമൂഹത്തിൻ്റെ താല്പര്യം, ഇപ്പോൾ ഈഴവരാണെങ്കിൽ അവരുടെ താല്പര്യം, നായന്മാരാണെങ്കിൽ അവരുടെ താല്പര്യം, സുറിയാനി ക്രിസ്ത്യാനി അവൻ്റെ താല്പര്യം, മുസ്ലിങ്ങൾ അവരുടെ താല്പര്യം, പിന്നെ വരേണ്യ വർഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് അവരുടെ താല്പര്യം, കീഴാളന്മാർക്ക് അവരുടെ താല്പര്യം, മേലാളന്മാർക്ക് അവരുടെ താല്പര്യം, ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥാപിത താല്പര്യങ്ങളുടെ ഒരു കോലാഹലമാണ് കേരള രാഷ്ട്രീയമെന്ന് മിക്കവാറും നിങ്ങൾ മനസ്സിലാക്കി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിക്ക് പിടിച്ചു നിൽക്കണം, അങ്ങനെയെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അതായത് ഇതിൽ എനിക്ക് ഏറ്റവും ഗുണം വരാവുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ ലാഭം കൈവരിക്കാൻ ഏത് സമൂഹത്തെ പ്രീതിപ്പെടുത്തി നിർത്തണമോ ആ സമൂഹത്തിന് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക. അല്ലെങ്കിൽ ആ സമൂഹം, അതിനേക്കാൾ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ആ സമൂഹം വെറുക്കുന്ന ആളിനെ തേജോവധം ചെയ്യുക. എനിക്ക് നല്ലൊരു നീളമുള്ള നാക്കുണ്ട്, എല്ലില്ലാത്ത നാക്കുണ്ട്, ഏത് വിധത്തിലും വളയും, അതിട്ട് ഞാൻ ആരെ വേണമെങ്കിലും അടിക്കും. എനിക്ക് പല്ലുണ്ട്, അതുകൊണ്ട് ഞാൻ കടിക്കും. എനിക്ക് വായി തുപ്പലുണ്ട്, ഞാൻ തുപ്പും. യാതൊരു സങ്കോചവുമില്ല, ആരാണെനിക്ക് നോട്ടമില്ല. ഇന്നയാളുടെ മുഖത്ത് തുപ്പിയാൽ എനിക്ക് രാഷ്ട്രീയ ലാഭം കിട്ടും. ഞാൻ കുറച്ചുകൂടെ ഈ ഒരു ചെറിയ ഗ്രൂപ്പിൽ, കേരള സമൂഹത്തിൻ്റെ ഒരു കഷണത്തിൽ എനിക്കൊരു പ്രീതി പ്രാപിപ്പാൻ സാധിക്കും. ഇന്നയാളെ തുപ്പിയാൽ എനിക്ക് തൊപ്പി കിട്ടും എന്ന ഒരു ധാരണ വെച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പി സി ജോർജ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ഇദ്ദേഹം നമുക്ക് വിഭാവന ചെയ്യുവാനോ സഹിക്കുവാനോ കഴിയാത്ത വിധത്തിൽ ഇദ്ദേഹം അപമാനിക്കുകയും ആ നല്ല മനുഷ്യനെതിരെ കള്ളസാക്ഷ്യം പറയുകയും അവസാനം താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പൊതുവെ സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഉമ്മൻചാണ്ടിയോട് വ്യക്തിപരമായ ഒരു വിദ്വേഷമുണ്ടായിട്ടാണ് പി സി ജോർജ് ഇങ്ങനെ പുഴുക്കുന്ന കള്ളം പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെയോ അങ്ങനെ പറഞ്ഞാൽ, ആ വ്യക്തിയെ ആക്രമിച്ചാൽ, താറടിച്ചാൽ, ആ വ്യക്തിയുടെ പേര് എന്നേക്കുമായി ദൂഷിപ്പിച്ച് കളഞ്ഞാൽ, ഇന്ന സമൂഹത്തിന്, ഇന്ന പാർട്ടിയുടെ, ഇന്ന വ്യക്തിയുടെ പ്രീതി എനിക്ക് സമ്പാദിക്കാം എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പി സി ജോർജ് ഇത് ചെയ്തത്. കഴിഞ്ഞ 3-3.5 ദശകത്തിൽ കേരളീയ രാഷ്ട്രീയത്തിൽ പി സി നടത്തിയ അനന്തമായ മലക്കം മറിച്ചിലുകൾ, അതിൻ്റെ മനഃശാസ്ത്രപരമായ ഘടകം, സൈക്കോളജിക്കൽ മോട്ടീവ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പരിഗണിച്ചാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്പനാളുകൾ കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയെ ഇനിയും ആക്രമിച്ചിട്ട് പ്രയോജനമില്ല. പിണറായി വിജയനെ ആക്രമിച്ചാൽ എനിക്ക് മറ്റൊരു സമൂഹത്തിൻ്റെ പ്രീതി കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്നാ പിടിച്ചു, പിണറായി വിജയൻ ഇന്നാ പിടിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചപ്പോൾ പിണറായി വിജയൻ എന്നെ ശ്രദ്ധിച്ചു, എന്നെ എനിക്ക് വേണ്ടി കൈയടിച്ചു. എന്നാൽ ഇപ്പോൾ എനിക്ക് ലാഭം കിട്ടുന്നത് പിണറായി വിജയൻ ഇട്ട് 2 തൊടി പൂഴിക്കടകനടി അടിച്ചാൽ അതാ എന്നാ പിടിച്ചു. അതിനപ്പുറത്തൊന്നും പി സി ജോർജിനൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പരാമർശങ്ങളും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പി സിക്ക് ആരോടും സ്ഥായിയായ സ്നേഹമോ സ്ഥായിയായ വൈരാഗ്യവുമില്ല. പി സിക്ക് ആകെപ്പാടെ പി സി മാത്രം. കേരള രാഷ്ട്രീയത്തിൽ പി സിയുടെ കണ്ണിക്കൂടെ നോക്കിയാൽ ഇവിടെ മുഴുവനും പി സികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ പി സിക്ക് പി സിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയാണ്
10 പേരെ അപലപിക്കുക, 10 പേരെ പുകഴ്ത്തുക. ഇപ്പം മോദിയെ പുകഴ്ത്തുന്നു. കാരണം അതുകൊണ്ട് കാര്യമായ ചില ഇടങ്ങളിൽ അദ്ദേഹത്തിന് പ്രീതി സമ്പാദിച്ചാൽ ആ പ്രീതിയെ ലാഭമാക്കി മാറ്റുവാൻ കഴിയും. ആ ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ അദ്ദേഹം. ഇത് മോദിയോടുള്ള സ്നേഹം കൊണ്ടോ മറ്റാരോടുള്ള വിദ്വേഷം കൊണ്ടല്ല, പി സിയോടുള്ള പ്രേമം കൊണ്ട് മാത്രമാണ്. ആ പ്രേമം കൊണ്ട് അദ്ദേഹം ഒരടിമയായിത്തീരുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്തൊരു വ്യക്തി ആജീവനാന്തം ഒരു അടിമയാണ്. അടിമയല്ലെങ്കിൽ ഒരു ജയിൽ പുള്ളിയാണ്, ഒരു പ്രിസണറാണ് എന്ന ആശയമാണ് ഏറ്റവും എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് നിങ്ങളോട് പങ്കിടാവുന്ന രാഷ്ട്രീയ സംസ്കാരത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഉൾക്കാഴ്ചയാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. എന്താണത്? മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അധാർമികമായും അസാംസ്കാരികമായും ആധ്യാത്മികമായ ആദർശങ്ങൾക്ക് വിരുദ്ധമായും പ്രവർത്തിക്കുന്ന ഏതു വ്യക്തിയും അവൻ്റെ കഴുത്തിൽ കത്തിവെക്കുകയാണ്. അതിന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെട്ട് വരും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പി സി ജോർജിനെ പറ്റി ചിന്തിക്കുമ്പോൾ അല്പം സങ്കടത്തോടും ദുഃഖത്തോടും കൂടെയാണ് ചിന്തിക്കുന്നത്. ഒരു മനുഷ്യന് ഈ അവസ്ഥ വന്നുകൂടാ. പി സിയുടെ അവസ്ഥ നാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കരുതലോടെ മറ്റ് മുൻവിധികളൊന്നുമില്ലാതെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം എന്ന താല്പര്യത്തോടുകൂടി പരിഗണിച്ചാൽ വളരെ കൗതുകമേറിയ ചില കാര്യങ്ങൾ, ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് പി സിയിൽ മാത്രമല്ല, ഇനി മതത്തിലോട്ട് വന്നാൽ മത നേതാക്കന്മാരും ഇതേ അവസ്ഥയിലാണ്. ഇപ്പോൾ യേശു അന്നത്തെ പുരോഹിതന്മാരെ നോക്കിയിട്ട് കപടഭക്തിക്കാരെ എന്ന് പറയുന്നു. യേശു ഏറ്റവും അപലപിച്ചത് പുരോഹിതന്മാരെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് പറയുമ്പോൾ പലരും പല്ല് ഞെരിക്കുകയാണ്. കാരണം സുവിശേഷം വായിച്ചിട്ടില്ലാത്തതിൻ്റെ പ്രയാസമാണ്. സുവിശേഷത്തോട് വിദൂര ബന്ധമുള്ള ആളുകൾ പോലും പെട്ടെന്ന് സമ്മതിക്കും യേശു ഏറ്റവും ശക്തമായി വിമർശിച്ച അന്നത്തെ പുരോഹിത വർഗത്തെയാണ്. അതിനൊരു കാരണമുണ്ട്. യേശു അവരിൽ കണ്ടത് മുഴുവനും കപടഭക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ കപടഭക്തി ഇവരിൽ വർദ്ധിച്ചു വരുന്നതെന്ന് ചോദിച്ചാൽ, പി സിയുടെ അവസ്ഥ, പി സി രാഷ്ട്രീയത്തിൽ എന്താണോ അത് തന്നെയാണ് മതത്തിൽ പുരോഹിത വർഗവും. എന്ന് പറഞ്ഞാൽ ഒരു മത വിശ്വാസത്തിൻ്റെ സമൂഹം അതിൽ ഉൾപ്പെട്ട ആളുകളുടെ പ്രീതി സമ്പാദിച്ചെങ്കിൽ മാത്രമേ പുരോഹിതർക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രീതി ആവശ്യമില്ല, മനുഷ്യരുടെ പ്രീതി. പക്ഷേ മനുഷ്യരുടെ പ്രീതി പ്രാപിക്കണമെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും താഴേക്കിടയിലുള്ള വികാരങ്ങളും താല്പര്യങ്ങളും പ്രത്യാശകളും താലോലിച്ച് അതിനെ ഒന്ന് മസാജ് ചെയ്തൊക്കെ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഉന്നതമായ ആദർശങ്ങൾക്ക് ഒരു കാലത്തും പ്രസക്തി ഉണ്ടാകുകയില്ല. മനുഷ്യൻ്റെ ഏറ്റവും താണതരത്തിലുള്ള ബാലിശമായ ആ പ്രവണതകളും താല്പര്യങ്ങളും പ്രതീക്ഷകളും മാത്രമേ മതത്തിൽ താലോലിക്കപ്പെടുകയുള്ളൂ എന്നത് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിലൊരു ഉദാഹരണമാണ് എനിക്കെന്ത് കിട്ടാൻ സാധിക്കും. നാം മതമേഖലയിൽ നിൽക്കുന്നത് 100% അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എനിക്ക് എന്ത് കിട്ടും എന്നത് മാത്രം ആശ്രയിച്ചാണ്. എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന കാഴ്ചപ്പാടിലോ താല്പര്യത്തിലോ ഉദ്ദേശത്തിലോ അല്ല ആളുകൾ മതത്തിൽ നിൽക്കുന്നത്. എനിക്കെന്ത് കിട്ടാൻ കഴിയും. അതുകൊണ്ടാണ് ഈശ്വര പഠിപ്പീരുകളിൽ ആകമാനം നിങ്ങൾ മോഹിക്കരുത്, നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം. സ്വർഗരാജ്യം ഒരു കടുകമണിക്ക് സദൃശ്യം, അത് വളർന്ന വലിയ ചെടിയായി അതിൽ ആകാശത്തിലെ പറവുകൾ വന്ന് കൂടുവെക്കും. നിങ്ങൾ അന്യർക്ക് അഭയമായി തീരണം. എന്താണ് മനുഷ്യൻ്റെ മതപരമായ കാഴ്ചപ്പാടിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് പറയുന്നത്, വൈരൂപ്യം എന്താണ്? എല്ലാം കിട്ടണം. മനുഷ്യൻ്റെ ആർത്തിക്ക് അവസാനമില്ല.
ഏറ്റവും മൃഗീയമായ ഒരവസ്ഥയാണത്. അതിൽ നിന്ന് മനുഷ്യനെ അല്പം ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും? നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിവള്ളിയാകണം. ഒരു മുന്തിരിവള്ളിയും അതിൻ്റെ ഫലം കഴിക്കാറില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ദാനമാണ്. യേശുവിൻ്റെ ദർശനം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഈ ഒരു തത്വം എപ്പോഴും വളരെ ശോഭയായി പ്രശോഭിക്കുന്നത് കാണാം. നിങ്ങൾ ബാലിശമായ ഈ താല്പര്യം ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരുടെ അനുഗ്രഹമായി നിങ്ങൾ വളരണം. അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങളുടെ ഉത്തരം ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിക്കൊള്ളട്ടെ. പക്ഷെ PC ജോർജ് നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ അവിടെ പിടിച്ചു പറ്റണമെങ്കിൽ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ആയിരിക്കണം. അങ്ങനെയൊരു രാഷ്ട്രീയ സംസ്കാരമാണ് നാം എല്ലാവരും കൂടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ പാവം PC ജോർജ് പിടിച്ചു നിൽക്കണം. 1 വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല, 30-40 വർഷം പിടിച്ചു നിൽക്കണം. അവിടെ എങ്ങനെയാണ് ഒരു വ്യക്തി കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ഇത് നാം മനസ്സിലാക്കാം. ഇത് രാഷ്ട്രീയത്തിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ മതത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രീതി, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ പ്രീതി അത് പറ്റുന്നതിന് വേണ്ടി മനുഷ്യനെ ഒന്ന് കണ്ണഞ്ചിപ്പിക്കുക. അതിന് തക്കതായ വേഷഭൂഷ വിധാനങ്ങളൊക്കെ, ചില കാര്യങ്ങൾ, ചില സങ്കല്പങ്ങൾ, സത്യത്തോട് വിദൂര ബന്ധം പോലും ഉണ്ടാകണമെന്നില്ല. ചില താരിപ്പുകൾ, ചില സങ്കല്പങ്ങൾ, ചില അടിയിരുപ്പുകൾ, ചില ആത്മീകമായ യാതൊരു വെളിച്ചവുമില്ലാത്ത പ്രത്യാശകൾ, ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വെള്ളപൂശി ഇങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ മനുഷ്യനെ കാണാൻ കൊള്ളാവുന്ന, കണ്ണിന് സന്തോഷം വരുത്തുന്ന വെച്ച കാര്യങ്ങൾ, ഇങ്ങനെ കന്യമറിയാമനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, യേശുവിനെ അവിടെ വെച്ചിരിക്കുന്നു, മനോഹരമായ പള്ളി ഉണ്ടാക്കുന്നു, കാതിനിമ്പമായ ഒരു കൊയർ കൊണ്ട് പാട്ട് പാടിക്കുന്നു, പിന്നെ വർഷം ഉത്സവത്തിന് വെടിക്കെട്ട് നടത്തുന്നു, റാസ് നടത്തുന്നു, പട്ടണത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, മൈക്ക് വെച്ച് അലറുന്നു, കുതറുന്നു. ഇതൊക്കെയും യേശുവിൻ്റെ പേരിൽ നടത്തുന്നു. അപ്പോൾ ഇത് നടത്തുന്ന ആൾ നേതാവാണ്. അവൻ ജനങ്ങളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിർത്തി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇതില്ലെങ്കിൽ മതം നടക്കത്തില്ല. പിന്നെ പണം കൊണ്ട് കളിക്കാവുന്ന കളി, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വലിയ വലിയ കാറിൽ കയറി സഞ്ചരിക്കുന്നു, കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രമിടുന്നു, ഒക്കുമെങ്കിൽ സ്വർണ്ണ നൂല് കൊണ്ടുള്ള കാപ്പായും കോപ്പായും ഇടുന്നു. ഇങ്ങനെ പരിപാടികൾ നടത്തും. അതില്ല എങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു ബിഷപ്പ് എളിമ, ലാളിത്യം, സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി വെച്ച് പ്രവർത്തിച്ചാൽ എല്ലാവരും അയാളെ പുച്ഛിച്ച് തള്ളും. ആരും അയാളെ കാര്യമായിട്ട് എടുക്കത്തില്ല. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം ഞങ്ങളുടെ തിരുമേനി 1 കോടി രൂപ കുറഞ്ഞുള്ള കാറിൽ സഞ്ചരിച്ചാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ, അങ്ങനെയൊരു സംസ്കാരത്തിൽ ജനങ്ങളുടെ പ്രീതി പിടിച്ച് പറ്റി നിലനിർത്തി അതുകൊണ്ട് കസേര ഉറപ്പിക്കാൻ നിർബന്ധിതനായിത്തീരുന്ന ഹതഭാഗ്യരായ മതനേതാക്കന്മാർക്ക് ജനങ്ങളുടെ താല്പര്യം എന്ത് എന്നതിൻ്റെ അടിമകളായി മാത്രമേ നിന്ന് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഒരു ബിഷപ്പായ ഒരു വ്യക്തിക്ക് ലളിതമായി ജീവിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടാകുകയില്ല. നമുക്കറിയാം, യാക്കോബ സഭയിലെ കൂറിലോസ് എന്ന് പറയുന്ന തിരുമേനി, അദ്ദേഹം ലളിതമായിട്ടൊക്കെ ജീവിക്കാനും ആദർശമനുസരിച്ചൊക്കെ നിൽക്കാനൊക്കെ എന്നാൽ ആ സഭയിൽ തന്നെ ഏറ്റവും വെറുക്കപ്പെടുന്ന വ്യക്തിയായി അദ്ദേഹം മാറി. അതേസമയം ഏറ്റവും ആഡംബരമായി ജീവിക്കുന്ന ഒരു ബിഷപ്പിനെ വളരെ ഭയഭക്തിയോടുകൂടെയാണ് ആളുകൾ കാണുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി PC ജോർജിനെ പോലെ അടിമയായും ഒരു തടവുകാരനായും മാത്രമേ പ്രവർത്തിക്കാൻ. മനുഷ്യരുടെ പ്രീതി പറ്റാനായി ആരെന്തൊക്കെ ചെയ്യുന്നുവോ, എന്തെല്ലാം നാടകം കളിക്കുന്നു, അതുമൂലം അവർ വളരുകയല്ല തളരുകയാണ്. അവരുടെ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയല്ല, അവർ കൂടുതൽ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് വലിയുകയാണ് എന്ന യാഥാർത്ഥ്യം ഏറ്റവും സ്പഷ്ടമായി തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഉദാഹരണമാണ്, ഒരു സിമിലിയാണ്, ഒരു ഉപമയാണ് PC ജോർജ് എന്നതാണ് എൻ്റെ ഇതിവൃത്തം, മൈ തീസിസ്. ഇനിയും
എന്തുകൊണ്ടാണ് പി സി ജോർജിനെ പറ്റി നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായ മമത നാം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നാം ഓരോരുത്തരും കൊച്ചു കൊച്ചു കള്ള പി സി ജോർജുകളാണേ. പി സി ജോർജിൻ്റെ കഴിവ് നമുക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരുടെയെങ്കിലും പ്രീതി പറ്റി ഒരു കസേര പ്രാപിക്കാനുള്ള കഴിവ് നമുക്കില്ല. പിന്നെ നമ്മുടെ വളരെ പരിമിതമായ ലക്ഷ്യം എന്താണ്? ആരുടെയും അപ്രീതി സമ്പാദിക്കാതിരിക്കുക. പ്രീതി പ്രാപിക്കാനുള്ള കഴിവ് എനിക്കില്ല. ഒരു 10 പേരുടെ പ്രീതി ആർജിക്കണം, അല്ലെങ്കിൽ 1000 പേരുടെ പ്രീതി ആർജിക്കണം, അതിന് വലിയ കഴിവ് വേണം. അത് നിങ്ങൾക്കോ എനിക്കോ ഇല്ല. പിന്നെ നമുക്ക് ആപ്പാടെ ചെയ്യാവുന്ന എന്താണ്? ആരുടെയും അപ്രീതി സമ്പാദിക്കാതെ കഴിയുക. അത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറിയുന്ന സത്യത്തെ നിരാകരിക്കണം, കാണുന്ന യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കണം, ആത്മാർത്ഥതയില്ലാതെ മുഖസ്തുതി പറയണം, ചില ആളുകൾ കാണുമ്പോൾ കീജെ വിളിക്കണം, മുണ്ട് മടക്ക് കുത്തിക്കൊണ്ട് താഴോട്ടിടണം, ഓച്ഛാനിച്ച് നിൽക്കണം, സത്യത്തെ നിരാകരിക്കണം, നീതിയെ തള്ളിപ്പറയണം. അതിൻ്റെ ഉദാഹരണമാണല്ലോ പത്രോസ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം വായിച്ചാൽ മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിൻ്റെ പുറമുറ്റത്ത് ഒരു വേലക്കാരി എന്ന് പറയും, നീയും ആ ഗലീലിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയ്യോ അവനെ അറിഞ്ഞുകൂടാ. അപ്രീതിയെ പറ്റിയുള്ള ഭയം. പ്രീതി സമ്പാദിക്കുക എന്നത് ഒരു ലക്ഷ്യം. അതിനേക്കാൾ സാർവലൗകികമായ ലക്ഷ്യമാണ് അപ്രീതി. എങ്ങനെയെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുക. അതിന് എന്ത് കള്ളവും പറയുക, ഏത് അപരാധവും ചെയ്യുക, ഏത് അറ്റം വരെയും പോകുക. അപ്രീതി ഉണ്ടാകരുത്. ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ശാപം ഇതാണ്. വ്യക്തമായി എനിക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിലുള്ള എല്ലാ സഭകളും ഇന്ന് അക്രമം കൊണ്ടും ആധാർമികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും യേശുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്ന വിധത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി അറിഞ്ഞ് അതിൻ്റെ വസ്തുതകൾ എന്താണെന്നറിഞ്ഞ് വീർപ്പുമിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി പോലും അതിനെതിരെ ഒരു നിലപാടെടുക്കാൻ നട്ടല് കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ അപ്രീതി സമ്പാദിക്കാനുള്ള ഭയം കൊണ്ടാണ്. അത് പി സി ജോർജിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ നിഴൽ മാത്രമാണ്. നാം പി സി ജോർജിൻ്റെ ഒരു ചെറിയ കഷണം മാത്രമാണ്. പി സി ജോർജ് നമ്മളെക്കാളൊക്കെ എത്രയോ വലിയവനാണ്. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അപ്രീതി സമ്പാദിക്കേണ്ട എന്ന് മാത്രമല്ല, എനിക്ക് പ്രീതി സമ്പാദിക്കണം. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ പോയി, എനിക്ക് തോന്നുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു മീറ്റിങ്ങിൽ പോയി അദ്ദേഹം പ്രസംഗിക്കുന്ന, വാചാലമായി സംസാരിക്കുന്ന വീഡിയോ വളരെ വൈറലാണ്. അതുപോലെ തന്നെ സുഡാപ്പികളുടെ പല മീറ്റിങ്ങുകളിൽ പോയി. സുഡാപ്പി എന്ന വാക്ക് ഞാൻ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട്, എനിക്കതിന് താല്പര്യമില്ലാത്ത വാക്കാണ്. എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയും എന്നുകൊണ്ട് ഞാനത് ഉപയോഗിച്ച് പോയതാണ്, ക്ഷമിക്കണം. അവരെ വാനോളം പുകഴ്ത്തുന്നു. കാരണം അവിടെ പ്രീതി പറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ സാധിക്കും. ഇപ്പോൾ അവരെ ഏറ്റവും ശക്തമായി അപലപിച്ചില്ലെങ്കിൽ ചില ക്രിസ്തീയ മത നേതാക്കന്മാരുടെ അപ്രീതി ഉണ്ടാകും. അപ്പോൾ അവർ കിട്ടുന്ന പിടിച്ചോത്തൊടി, പൂഴിക്കടകനടി, ജോർജ് സ്റ്റൈൽ പൂഴിക്കടകനടി. ഇത് മാത്രമേ ഉള്ളൂ പി സി ജോർജ്. പി സി ജോർജിന് ആരോടും സ്ഥായിയായ സ്നേഹമോ സ്ഥായിയായ കലിപ്പോ ഇല്ല. പി സി ജോർജിൻ്റെ അദ്ദേഹം പറയുന്നത് എൻ്റെ ഉള്ള ശുദ്ധമാണെന്ന് പറയുന്നത് അത് ശരിയാണ്. കാരണം എന്താണെന്നറിയാം? ഉള്ളിലൊന്നുമില്ല. ഒരു വലിയ ബ്ലാഡറാണ് അദ്ദേഹം, ഒരു രാഷ്ട്രീയ ബ്ലാഡറാണ് അദ്ദേഹം. നിങ്ങളൊരു ബ്ലാഡർ എടുത്ത് അതിലേത് വായു നിറയ്ക്കാം, ഓക്സിജൻ നിറയ്ക്കാം, ഇപ്പോഴാണെങ്കിൽ നൈട്രജൻ ആണല്ലോ, നൈട്രജൻ നിറയ്ക്കാം, പിന്നെ ഉക്കുമെങ്കിൽ ഹൈഡ്രജൻ വേണമെങ്കിൽ അത് നിറയ്ക്കാം, ഹീലിയം വേണമെങ്കിൽ അത് നിറയ്ക്കാം, ഏത് ഗ്യാസ് നിങ്ങൾക്ക് ബ്ലാഡറിൽ നിറയ്ക്കാം എന്ന് പറയുന്നത് പോലെയാണ് പി സി ജോർജ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ ബ്ലാഡറാണ്. എന്നാൽ അദ്ദേഹത്തെ കുറ്റം വിധിക്കുന്നതിന് മുൻപ് അല്പം ഒന്ന് നിന്നിട്ട് കണ്ണം നടച്ചിട്ട് നമ്മളോട് ചോദിക്കണം, നമ്മൾ ഏത് തരത്തിലുള്ള ബ്ലാഡറാണ്?
മതപരമായ ബ്ലാഡറല്ലേ നമ്മൾ ഓരോരുത്തരും? സാംസ്കാരികവും സാമൂഹികമായ ബ്ലാഡറുകളല്ലേ നാം ഓരോരുത്തരും? 10 പേര് ഇപ്പം 10 പേര് കോൺഗ്രസ് പാർട്ടിയെ പുച്ഛിക്കുന്നവരുടെ ഇടയിലാണ് നിൽക്കുന്നത്, നമ്മൾ അവരോട് ചേരും. അങ്ങോട്ട് മാറി കഴിയുമ്പോൾ 10 പേര് മാർക്സിസ്റ്റ് വരെ പുച്ഛിക്കുന്നു, അവരോട് ചേരും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ 10 പേര് സ്വപ്ന സുരേഷിനെ വാനോളം പുകഴ്ത്തുന്നു, നമ്മൾ അവരുടെ കൂടെ ഒന്ന് കൈയടിക്കും. പിന്നെ അങ്ങോട്ട് മാറുമ്പോൾ 10 പേർ സരിതാ നായരെ വാനോളം പുകഴ്ത്തുന്നു, അവരുടെ നമ്മൾ നിന്ന് കൈയടിക്കും. കാരണം ആരുടെയും അപ്രീതി നമുക്ക് വേണ്ട. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇതിലൊരു വലിയ അപകടമുണ്ട്. എന്താണ്? മനുഷ്യൻ്റെ പ്രീതി അന്വേഷിച്ച് നടക്കുകയും മനുഷ്യൻ്റെ അപ്രീതി എന്നെ ബാധിക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ എന്ത് നിലപാട് എടുക്കണം, അതിനുവേണ്ടി ഏത് സത്യവും കുരുതി കഴിക്കുവാൻ, ഏത് ആത്മീയ ചുമതലയും ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ആത്യന്തികമായി നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ശ്രീ PC ജോർജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു വ്യക്തിയല്ല, വ്യക്തിത്വം അദ്ദേഹത്തിനില്ല, അദ്ദേഹം ഒരു വലിയ പുരുഷാരവമാണ്. ഈസ് എ ക്രൗഡ്. PC ജോർജ് ഈസ് എ ക്രൗഡ്. ഇന്ന് അതിനോടനുബന്ധമായി ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു രാഷ്ട്രീയ ബ്ലാഡറാണ്. നാം ഓരോരുത്തരും കൊച്ചു PC ജോർജുകളാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം, ഇപ്പോൾ അത് ആരും വാങ്ങിക്കുന്നുമില്ല എന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഈ അവതരിപ്പിച്ച ചിന്തകൾ കുറച്ചുകൂടെ സ്പഷ്ടമാക്കാൻ അത് സഹായിക്കും. ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അതിൻ്റെ ഓരോ ഘടകങ്ങളും അല്പം ഒന്ന് സൂചിപ്പിച്ച് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് എ സീരിയസ് കോൾ ടു റിലീജിയസ് ഡിവോഷൻ ആൻഡ് ഹോളിനെസ് എന്നാണ്. ഗ്രന്ഥകാരൻ്റെ പേര് എനിക്ക് തോന്നുന്നു വില്യം ലോ. എ സീരിയസ് കോൾ ടു റിലീജിയസ് ഡിവോഷൻ ആൻഡ് ഹോളിനെസ്, വില്യം ലോ. ഇന്ത്യയിലാരും ക്രിസ്ത്യാനികൾ കേട്ടിട്ടില്ലാത്ത ഒരു പുസ്തകമാണിതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. There is nothing in reality that more weakens the mind. മനസ്സിനെ ഏറ്റവും ബലഹീനമാക്കുന്നത് എന്താണ്? And reduces it to slavery. അത് അടിമത്വത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ഏറ്റവും ശക്തമായ തത്വം എന്താണ്? Nothing which makes it less master of its own actions. നമ്മുടെ പ്രവൃത്തിയെപ്പറ്റിയും നമ്മുടെ പ്രതികരണത്തെപ്പറ്റിയും നമുക്കുള്ള നിയന്ത്രണത്തെ പരിപൂർണമായി നശിപ്പിക്കുന്നത് എന്താണ് എന്ന ഭാഗം വായിക്കാം. There is nothing in reality that more weakens the mind, reduces it to meanness and slavery, nothing which makes it less master of its own actions or less capable of following the dictates of reason. യുക്തി ഉപയോഗിച്ച് നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു നമ്മൾ കഴിവ് പൂർണ്ണമായി നശിപ്പിക്കുന്നത് എന്താണ്? ദാൻ ലവ് ഓഫ് പ്രൈസ് ആൻഡ് ഓണർ. ഈ വലിയ അപകടം വരുത്തുന്നത് എന്താണ്? ചെറിയൊരു കാര്യമാണ്. ലവ് ഓഫ് പ്രൈസ് ആൻഡ് ഓണർ. ആളുകളുടെ സ്തുതി വേണം നമുക്ക്, ആളുകളിൽ നിന്ന് ബഹുമാനം പറ്റണം. അതെല്ലാം വെച്ചാണ് ഞാൻ പ്രീതി എന്ന വാക്ക് ഉപയോഗിച്ചത്. പ്രീതി, 10 പേരുടെ പ്രീതി ആർജിക്കുന്നത്. ഇനി ഫോർ ആസ് പ്രൈസ് ആൻഡ് ഓണർ ആർ ഓഫ്റ്റൻ ഗിവൺ where they are not due. സാധാരണ ആളുകൾ ആരെയാണ് ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്? ബഹുമാനവും സ്തുതിയും അർഹിക്കാത്തവരെ മാത്രമേ പൊതുജനം അങ്ങനെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യത്തുള്ളൂ. Praise and honor are often given where they are not due, as that is generally most praised and honored, that most gratifies the humors, fashions and vicious tempers of the world. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അർഹിക്കാത്തിടത്ത് ഈ സ്തുതിയും ബഹുമാനവും നൽകപ്പെടുന്നത്? അതിൻ്റെ കാരണം ലോകത്തിൽ ആളുകൾ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് മനുഷ്യരുടെ ഏറ്റവും ബാലിശമായ, ഏറ്റവും അപഹാസ്യമായ വികാരങ്ങളെയും താല്പര്യങ്ങളെയും താലോലിക്കുന്നവരെ മാത്രമേ ലോകം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് എന്തെങ്കിലും റിവാർഡ് നൽകുകയും ചെയ്യത്തുള്ളൂ.
സോ ഹീ ദറ്റ് ആക്ട്സ് അപ്പോൺ ദ ഡിസയേഴ്സ് ഓഫ് അപ്ലോസ്, മനുഷ്യരുടെ പ്രീതി, അതിൻ്റെ കയ്യടി വാങ്ങിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയും മസ്റ്റ് പാർട്ട് വിത്ത് എവറി അതർ പ്രിൻസിപ്പിൾ. അവർ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ആദർശങ്ങളും എന്നേക്കുമായി ആദർശങ്ങളോടുള്ള ആ പ്രതിപത്തി അങ്ങ് വീട്ടിൽ വെച്ചേക്കണം. ആദർശങ്ങളെ അള്ളിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലോ പൊതുയോഗത്തിലോ വന്നാൽ ഇങ്ങനെയുള്ള ഈ ബാലിശമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രീതി പ്രാപിപ്പാനോ അത് നിലനിർത്തുവാനോ കഴിയുകയില്ല. ഹി മസ്റ്റ് സേ ബ്ലാക്ക് ഈസ് വൈറ്റ്, പുട്ട് സ്വീറ്റ് ഫോർ ബിറ്റർ ആൻഡ് ബിറ്റർ ഫോർ സ്വീറ്റ്, ആൻഡ് ഡു ദ മീനസ്റ്റ് ബേസസ് തിങ്സ് ഇൻ ഓർഡർ ടു ബി അപ്ലോഡഡ്. മനുഷ്യരുടെ കൈയ്യടി വാങ്ങിക്കാനായിട്ട് എന്ത് ചെയ്യണം? രാവാണെങ്കിൽ പകലാന്ന് പറയണം, കയ്പ് മധുരമാണെന്ന് പറയണം, മധുരം കയ്പാണെന്ന് പറയണം. അതുപോലെ ഏറ്റവും ബാലിശവും മൃഗീയവും അധപ്പതിച്ചതും ചീഞ്ഞതുമായ കാര്യങ്ങൾ ഏറ്റവും മാഹാത്മ്യമുള്ളതാണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ജനങ്ങളുടെ കയ്യടി, ദി അപ്ലോസ് ഓഫ് ദ പീപ്പിൾ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നാണ് വില്യം ലോ എ സീരിയസ് കോൾ ടു റിലീജിയസ് ഡിവോഷൻ ആൻഡ് ഹോളിനെസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയും. ഇത് ഞാൻ എൻ്റെ ഒരു ഭാഗം ഒന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് PC ജോർജ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കുറ്റം വിധിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തെ ഞാൻ വിമർശിക്കുന്നത് പോലെയാണ് ആളുകൾ അറിയുന്നത്. അപ്പം അതുകൊണ്ട് PC ജോർജിനെ സംരക്ഷിക്കാനായി വാളും പരിചയമെടുത്ത് ഇറങ്ങിയിരിക്കുന്ന ആളുകൾ എനിക്കെതിരെ ഇപ്പോൾ അക്രമം അഴിപ്പിച്ചുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം, എല്ലാവർക്കും സ്വാഗതം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, PC ജോർജ് ഒരു രാഷ്ട്രീയ ബ്ലാഡറാണ്. അതുപോലെ തന്നെ മറത്തിലും വലിയ വലിയ ബ്ലാഡേഴ്സ് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ ഓരോരുത്തരും കൊച്ചു കൊച്ചു ബ്ലാഡേഴ്സാണ്. ആർക്കും എന്തും നിറയ്ക്കാം. മറ്റുള്ളവരുടെ അപ്രീതി ഒരിക്കലും ഉണ്ടാകരുത് എന്ന വിധമനുസരിച്ച് മാത്രമേ നാം പ്രവർത്തിക്കുകയുള്ളൂ. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നാം ഒരു നിലപാടെടുക്കുകയില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്ന ക്രിസ്ത്യാനി ഒരിക്കലും നീതിക്ക് വേണ്ടി നിൽക്കത്തില്ല. കാരണം എന്താണ്? അപ്രീതി സമ്പാദിക്കുമോ എന്നുള്ള ഭയമാണ്. PC ജോർജിന് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.